Hi students, നമ്മൾ ഇന്നിവിടെ +1 ഫിസിക്സിൻ്റെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതിനെ കുറച്ച് ഭാഗങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് യൂണിറ്റ് എന്നും എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നൊക്കെ പറയണമെങ്കിൽ അതിനു മുന്നേ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ അറിയണം. ഹൗ വി ക്യാൻ ഡിഫൈൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓർ വാട്ട് ഈസ് മീൻ ബൈ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മാറ്ററിൻ്റെയും എനി പ്രോപ്പർട്ടി, അതിൻ്റെ ഏത് പ്രോപ്പർട്ടിയും ആകാം, ബട്ട് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പെർട്ടിക്കുലർ സയൻറ്റിഫിക് മെത്തേഡ്. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചോ നമുക്ക് അളക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഏത് മാറ്ററിൻ്റെ ആയിക്കോട്ടെ അതിനെയാണ് നമ്മൾ എന്തായാലും ഡിഫൈൻ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദെൻ എനി പ്രോപ്പർട്ടി ഓഫ് എ മാറ്റർ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് with the help of an instrument or a scientific method, that we can give as a simple definition for a physical quantity. The total physical quantities are divided into two categories. That is, the total physical quantities are classified into two categories. One is fundamental quantities and the other one is derived quantities. നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന മൊത്തം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി? ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഹാസ് എ സെൽഫ് എക്സിസ്റ്റൻസ്, അത് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതിനെ നമുക്ക് മറ്റൊരു ക്വാണ്ടിറ്റിയുടെ ടേംസിലോ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പോസിബിൾ അല്ല. അതേസമയം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is possible to express in terms of any other fundamental quantities. മറ്റേതെങ്കിലും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഒന്നോ അതിൽ കൂടുതലോ ഉള്ള കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. സോ ദ ടോട്ടൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഡിവൈഡ് ഇൻടു ടു fundamental quantities and derived quantities. The fundamental quantities self-existing quantities, then derived quantities that can be expressed in terms of any other fundamental quantities. അത് കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബുക്കിൻ്റെ നീളം, ആ നീളം എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി, അത് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മൾ അളന്നു കഴിഞ്ഞാൽ അത് നീളം എന്ന് പറയുന്ന അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്ന ഒരു ടേംസിൽ മാത്രമേ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോസിബിൾ ആവൂ. അതേസമയം ഇതേ നോട്ട്ബുക്കിൻ്റെ ഏരിയ അല്ലെങ്കിൽ അതിലെ ഒരു പേജിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഹിയർ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, നീളം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി തന്നെയാണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും നീളം എന്ന് പറയുന്നൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി തന്നെയാണ്. സോ ദ ഏരിയ എന്ന് പറയുന്ന ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഇറ്റ് ഈസ് പോസിബിൾ ടു എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ദ ബേസിക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ലെങ്ത്. ലെങ്ത്തിൻ്റെ മൾട്ടിപ്ലൈ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്ന മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ആ മൾട്ടിപ്പിൾ കോമ്പിനേഷനായി നമുക്ക് എന്തിനെ എക്സ്പ്രസ് ചെയ്യാം, ഏരിയ എക്സ്പ്രസ് ചെയ്യാം. സോ ഏരിയ കംസ് അണ്ടർ ദി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അറ്റ് ദ സെയിം ടൈം ലെങ്ത് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമുക്ക് ഈ ഫിസിക്സിൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സയൻസിൽ ഓൾമോസ്റ്റ് ആയിട്ട് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അറൗണ്ട് 22 ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസുമാണുള്ളത്. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും 22ഓളം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസുമാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ കാര്യങ്ങളെ പറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. Before moving to explain these fundamental quantities and their units and the measuring techniques, just we have to consider what is the need of this measurement. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ മെഷർമെൻറ്റിൻ്റെ ആവശ്യം എന്താണ്, എന്തിനാണ് നമ്മൾ അളവ് എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉപയോഗിക്കുന്നത്. അളവ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ
സയൻസ് ആൻഡ് ടെക്നോളജിയിലായാലും നമ്മളെ ഡെയിലി ലൈഫിലായാലും അളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു മസ്റ്റാണ്. ബിക്കോസ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് ചായ ഉണ്ടാക്കണമെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കണമെങ്കിൽ പോലും മെഷർമെൻറ്റ് ഈസ് എ മസ്റ്റ്. ആ കാപ്പി ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ് വേണം, അതിനാവശ്യമായ പഞ്ചസാരയുടെ അളവ് വേണം, പാലിൻ്റെ അളവ് വേണം, കാപ്പിപ്പൊടിയുടെ അളവ് വേണം, അല്ലെങ്കിൽ ചായപ്പൊടിയുടെ അളവ് വേണം. ഇതിൻ്റെ എല്ലാം അളവ് വളരെ കൃത്യമായെങ്കിൽ മാത്രമേ എന്ത് പറ്റൂ, നമുക്ക് നല്ല ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ സയൻസിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന മെഷർമെൻറ്റ് ഈസ് എ മസ്റ്റ്. അത് വളരെ നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അവൈലബിൾ ആണ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെല്ലാം നമുക്ക് മെഷർ ചെയ്യണം. അതിന് മെഷറിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യും. മെഷറിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിന് തന്നെ ചില ഇൻസ്ട്രുമെൻറ്റ്സ് അതുപോലെ ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി. ഇനി നമ്മളൊരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് വേണം, ടൈലർ നമ്മുടെ ബോഡി മെഷർമെൻറ്റ്സ് എടുക്കും. ആ മെഷർമെൻറ്റ്സ് കറക്റ്റ് അല്ലെങ്കിൽ എന്താവില്ല, ആ ഡ്രസ്സ് നമുക്ക് സ്യൂട്ട് ആവില്ല. ഇതുപോലെ ഏതൊരു എക്സ്പെരിമെൻ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിനാവശ്യമായ സാധനങ്ങൾ അതിൻ്റേതായ അളവിൽ നമുക്ക് എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ എക്സ്പെരിമെൻറ്റ് ഒരു സക്സസ്ഫുൾ റിസൾട്ട് നമുക്ക് തരൂ. സോ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് സയൻസിനെ സംബന്ധിച്ചും നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡെയിലി ലൈഫിനെ സംബന്ധിച്ചും വളരെ വളരെ മസ്റ്റായ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുകയും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് അതിൻ്റേതായ ചില യൂണിറ്റ് ആവശ്യമാണ്. അപ്പം എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നാണ് നമ്മളിനി നോക്കുന്നത്. അപ്പം മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് യൂണിറ്റ്സ്. എന്താണ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is a standardized selected value or universally accepted standard value. That is a unit. ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏകകം, അതിനെയാണ് നമ്മളൊരു യൂണിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂവിനോട് കമ്പാരിസൺ ആണ് നമ്മൾ മെഷർ ചെയ്യുക എന്ന് പറയുമ്പോൾ ചെയ്യുന്നത്. ഏതൊരു ക്വാണ്ടിറ്റിയും നമ്മൾ അളക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റിയുടെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയുമായുള്ള കമ്പാരിസൺ ആണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ നീളം നമ്മൾ അളക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണയായി റൂളർ അല്ലെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്യും. ആ സ്കെയിൽ യൂസ് ചെയ്ത്, അതായത് അവിടെ ആ സ്കെയിലും നമ്മുടെ നോട്ട്ബുക്കും തമ്മിൽ ഒരു കമ്പാരിസൺ, ആ സ്കെയിലിൻ്റെ എത്രമാത്രമാണ് നമ്മുടെ റൂളറിൻ്റെ എത്രമാത്രമാണ് ഈ നോട്ട്ബുക്കിൻ്റെ നീളം അല്ലെങ്കിൽ വീതി ഉള്ളത് എന്ന ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കമ്പാരിസൺ ചെയ്ത് നമ്മൾക്കൊരു 12 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വിഡ്ത് നമുക്ക് കിട്ടിയതെങ്കിൽ അവിടെ ആ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് നമ്മുടെ ലെങ്ത്തിൻ്റെ യൂണിറ്റ്. ആ സ്കെയിലിൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്നും അതിലെ എത്ര എണ്ണമാണ് നമ്മുടെ നോട്ട്ബുക്കിൻ്റെ വീതിയിലേക്ക് വരുന്നത് എന്നത് ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഈ മെഷർമെൻറ്റ് നടത്തുമ്പോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഗ്രോസറി ഷോപ്പിൽ പോയി 2 കിലോ പഞ്ചസാര വാങ്ങണം. അവിടെ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യും? ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂവിനോട് നമ്മൾക്ക് ആവശ്യമുള്ള സാധനം ബാലൻസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ത്രാസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 കിലോ പഞ്ചസാരയാണ് വേണ്ടതെങ്കിൽ ആ 2 കിലോയുടെ ഒരു മെറ്റാലിക് മാസ് ആണ് എന്ത് വെക്കുന്നത്, ആ ബീം ബാലൻസിൽ അവിടെ പ്ലേസ് ചെയ്യുന്നത്. അതിനോട് ബാലൻസ് ആവുന്ന അത്രയും അളവ് പഞ്ചസാരയാണ് നമുക്ക് തരുന്നത്. സോ മെഷർമെൻറ്റ് മീൻസ് ദ കമ്പാരിസൺ ഓഫ് എ ക്വാണ്ടിറ്റി വിത്ത് എ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് മെഷർ. അപ്പോൾ ഈ പറയുന്ന വേൾഡ് വൈഡായിട്ട് ആക്സെപ്റ്റ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂവിനോടുള്ള കമ്പാരിസനാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പഞ്ചസാരയുടെ കേസ് പറയുമ്പോൾ കിലോഗ്രാം, നമ്മൾ 2 കിലോ ആണ് വാങ്ങുന്നത്. കിലോഗ്രാം എന്ന് പറയുന്നതാണ് അവിടെ നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ആ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ യൂണിറ്റ് ഈസ് എ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് വാല്യൂ. അതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്.
ഇനി ഇത്തരം മെഷർമെൻറ്റ്സിനെ കോമൺ ആയും നമ്മൾ പണ്ട് മുതലേ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചു. അതായത് ചില ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് ചില സ്ഥലങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ ചില തരത്തിലുള്ള സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ് ഉപയോഗിച്ചത്. അത്തരം ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാണ്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്സ് ആണ് CGS സിസ്റ്റം എന്ന് പറയുന്നത്. CGS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്നാണ് ആ CGS സിസ്റ്റത്തിൻ്റെ ഫുൾ ഫോം. സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാരണയായും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫേസ് അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഈ പറയുന്ന ലെങ്ത്, മാസ്, ടൈം, ഈ 3 ക്വാണ്ടിറ്റീസ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ അത്തരം ക്വാണ്ടിറ്റീസിനെ ഇവിടെ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, അതായത് ലെങ്ത് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ സെൻറ്റിമീറ്റർ എന്ന യൂണിറ്റും മാസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഗ്രാം എന്ന് പറയുന്ന യൂണിറ്റും ടൈം എന്ന് പറയുന്നതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് എന്ന യൂണിറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ് CGS സിസ്റ്റം. And the next one is FPS system. FPS, that means foot pound second system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫൂട്ട് എന്ന അളവ്, അതായത് നമ്മുടെ അടിക്കണക്ക് ഫൂട്ട് എന്ന് പറയുന്ന അളവാണ് ഉപയോഗിച്ചത്. ദെൻ മാസ് എക്സ്പ്രസ് ചെയ്യാൻ പൗണ്ട് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് ഉപയോഗിച്ചത്. ടൈം മെഷർ ചെയ്യാൻ സെക്കൻഡ്. സോ FPS സിസ്റ്റം, ഫൂട്ട് പൗണ്ട് സെക്കൻഡ് സിസ്റ്റം. ദെൻ തേർഡ് വൺ MKS system. MKS system means meter kilogram second. That means for length meter is used, and for mass kilogram is used, and for time second is used. MKS system. And finally now we are using SI system. നമ്മുടെ പണ്ടേ ഫെമിലിയർ ആണ് എല്ലാ ക്വാണ്ടിറ്റീസിനും SI യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ SI യൂണിറ്റ്? അതാണ് ഇപ്പോൾ വേൾഡ് വൈഡായി എല്ലാ രാജ്യങ്ങളിലുള്ള സയൻറ്റിസ്റ്റുകളും ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് സിസ്റ്റം ഇൻ്റർനാഷണലെ എന്ന ഫ്രഞ്ച് വേർഡ് നിന്നാണ് SI യൂണിറ്റ്, സിസ്റ്റം ഇൻ്റർനാഷണലെ. അതായത് ലോകത്തെമ്പാടും ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ്, അതിനെയാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്സ്: CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം, ആൻഡ് ഫൈനലി ദ SI സിസ്റ്റം. ഇന്നെല്ലായിടത്തും യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന SI സിസ്റ്റവും അതുപോലെ SI യൂണിറ്റുമാണ്. ഓക്കെ, ഏതൊക്കെയാണ് ഈ പറയുന്ന 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ആ യൂണിറ്റ്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലെങ്ത് അല്ലെങ്കിൽ നീളം ആണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഇനി ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഡിഫൈൻ, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ പറയുന്ന മീറ്റർ എന്ന് പറയുന്ന SI യൂണിറ്റ് 1 മീറ്റർ എന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ 1 മീറ്റർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് is the distance traveled by light in 1/3 × 10⁸ part of a second ആണ്. ഒരു സെക്കൻഡിൻ്റെ 1/3 × 10⁸ പാർട്ട് സമയം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് 1 മീറ്റർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാസ് ആണ്. രണ്ടാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഈസ് മാസ് ആൻഡ് ഇറ്റ്സ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഇനി 1 കിലോഗ്രാം എന്നത് എന്താണെന്നല്ലേ? 1 കിലോഗ്രാം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ് ആൻഡ് മെഷർ, അതിൻ്റെ ആസ്ഥാനത്ത് വെച്ചിരിക്കുന്ന പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടർ, പ്ലാറ്റിനവും ഇറിഡിയവും കൊണ്ടുള്ള ഒരു മെറ്റാലിക് സിലിണ്ടർ, അതാണ് സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിരിക്കുന്നത്. ആ പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടറിൻ്റെ മാസിന് ഈക്വൽ ആയിട്ടുള്ള സാധനത്തെയാണ് 1 കിലോഗ്രാം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. And the third fundamental quantity is time. മൂന്നാമത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ടൈം, ആൻഡ് the SI unit or the fundamental unit is second, represented as small letter s. Then ഒരു സെക്കൻഡ് എന്നത് എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 1 second is defined as it is a time taken for an electron transition.
ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസിഷൻ നടത്തും. അങ്ങനെ സീസിയം 133 ആറ്റത്തിൻ്റെ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിലെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു ഇലക്ട്രോൺ മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ നടത്താൻ എടുക്കുന്ന ടൈം എത്രയാണോ അതിനെയാണ് 1 സെക്കൻഡ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഈസ് ഇലക്ട്രിക് കറന്റ്. Electric current is the next fundamental quantity, and the SI unit or the fundamental unit is ampere. You are familiar with that one, and represented with the capital letter A. Then 1 ampere current, അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? How we define this 1 ampere current? 1 ampere current is defined as the amount of current required to produce a force of 2 into 10 raised to minus 7 Newton between two infinitely long conductors separated by 1 meter distance. 1 മീറ്റർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് വളരെ നേരിയ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് കൺസിഡർ ചെയ്യുന്നു. അതിനിടയിൽ ഒരു ഫോഴ്സ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യപ്പെടും. കാരണം ചാർജ് ആണ് ഫ്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിനിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 into 10 raised to minus 7 ന്യൂട്ടൺ കിട്ടാൻ എത്രമാത്രം കറണ്ട് ഈ പറയുന്ന കണ്ടക്ടേഴ്സിനകത്തൂടെ പാസ് ചെയ്യണം, അതാണ് 1 ആംപിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Then the next fundamental quantity is thermodynamic temperature. Thermodynamic temperature. And SI unit is Kelvin, or the fundamental unit is Kelvin. Then 1 Kelvin എന്നത് എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ കെ ആണ്. ഇനി 1 Kelvin എന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 1 Kelvin ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിൻറ്റിൻ്റെ 1/273 ആണ്. ഇപ്പോൾ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം മനസ്സിലാവാൻ പറയാം. വാട്ടർ ക്യാൻ എക്സിസ്റ്റ് ഇൻ 3 phases: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ്. നമ്മൾ ഈ വാട്ടറിൻ്റെ ഫേസ് ചേഞ്ച് ടെമ്പറേച്ചറിനനുസരിച്ച് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇതിൻ്റെ 3 ഫേസും ഇൻ്റർസെക്റ്റ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് സോളിഡ് ഫേസ്, ലിക്വിഡ് ഫേസ് ആൻഡ് ഗ്യാഷ്യസ് ഫേസ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ 1/273 അതാണ് എന്തായിട്ട് പറയുന്നത്? 1 Kelvin ആയിട്ട് പറയുന്നത്. ആ ഇൻ്റർസെക്റ്റിംഗ് ആയിട്ട് കിട്ടുന്ന പോയിന്റ് എവിടെയാണോ ആ ടെമ്പറേച്ചറിൻ്റെ 1/273 ആണ് 1 Kelvin ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ next one is amount of substance. Fundamental quantity, amount of substance, and the SI unit is mole. Representation MOL, that mole എന്ന് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ 1 mole എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണ്. എന്താ? 1/12 ഓഫ് മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. അതിനെയാണ് 1 mole ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഇസ് luminous intensity. Luminous intensity, and the SI unit is candela, and it is represented with the CD, capital letter C and small letter D. Candela, CD is the representation using. 1 candela, അതായത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആണ് ഈ ലുമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ പറയുന്ന കാൻഡില 1 കാൻഡില എന്നത് എത്ര ഇൻറ്റൻസിറ്റിയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 540 into 10 raised to 12 hertz ഫ്രീക്വൻസിയിൽ ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഓൾമോസ്റ്റ് നമ്മൾ 1 കാൻഡിലായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അതിൻ്റെ 7 ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ SI യൂണിറ്റ്സ്. ലെങ്ത്, SI യൂണിറ്റ് ഈസ് മീറ്റർ. മാസ്, SI യൂണിറ്റ് ഈസ് കിലോഗ്രാം. ടൈം, SI യൂണിറ്റ് ഈസ് സെക്കൻഡ്. ഇലക്ട്രിക് കറന്റ്, SI യൂണിറ്റ് ഈസ് ആംപിയർ. Thermodynamic temperature, SI unit is Kelvin. Amount of substance, SI unit is mole. Luminous intensity, SI unit is candela. These are the 7 fundamental quantities and their SI units. And the derived quantities, almost 22, more than 22 derived quantities are there. Then derived quantities can be expressed in terms of any other fundamental quantities. Just 2-3 examples we can mention. Then area can be considered as a derived quantity because area means that is length into breadth. It can be expressed as a multiple of fundamental quantity length, length into length. So unit is meter square. At the same time, if I consider volume, then volume equal to
length into breadth into height. Then it is also possible to express in terms of basic fundamental quantity length. Length into length into length. Unit is meter cube. And if another type of quantity, if you are considering velocity. Velocity means distance divided by time. Distance is measured. Distance can be measured in terms of fundamental quantity length. Then time can be measured in the terms of fundamental quantity second. So this velocity can be expressed in terms of other two fundamental quantity distance and time. And its unit becomes meter per second. Then one more example we can consider density. Density means mass by volume. Then mass can be expressed in a mass is a fundamental quantity and that can be expressed in kilogram. And by volume, volume is length into length into length. So it is density equal to mass by volume, that means kilogram divided by meter cube. In this way, any other quantities other than these 7 fundamental quantities, any other quantities can be expressed in terms of these 7 fundamental quantities. Such quantities are known as derived quantities. And their units is also the combinations of fundamental units. Then along with these fundamental and derived quantities, there exist two types of special quantities. In this physics, we have to consider two special quantities. The first one is plane angle and the second one is solid angle. Then plane angle means it is a ratio of length of an arc and the radius of the circle. If you are consider a circular region, then the plane angle means it is an angle subtended by a particular line with the another line which join the arc of that circular region. And the plane angle is expressed as a ratio between the length of that selected arc length divided by the radius of that circular path. And normally the plane angle is represented with a d theta, small angle, that's why it is represented as d theta. And this d theta equal to ds divided by r, where ds is the length of that small arc and r is the radius of this circular path. And its SI unit is radian. Radian is taken as the SI unit of this plane angle and normally represented as RAD, small letter RAD, radian. Then the other one is solid angle. Solid angle means it is a three-dimensional measurement. Suppose if we are considering a spherical region, then a small area we are considering on the surface of that sphere, and if it is joined with the center of that sphere, then we obtain this shape of a cone-shaped region. Inside this cone-shaped region, we obtain the solid angle, and it is obtained as the ratio between the area, surface area, and the square of the radius of that spherical region. And normally, this solid angle is expressed as d omega, and at d omega equal to dA divided by r square, where dA is the small surface area which we are considered, and the r square means the square of the radius of that spherical region. And the solid angle, normally the SI unit of the solid angle is steradian. Steradian is the SI unit of solid angle. Okay. That's about the normal fundamental quantities, then derived quantities, and the two types of special quantities, the solid angle and the plane angle.